പ്ലാസോ പാൻറ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നമ്മൾ ലെങ്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത മെറ്റീരിയൽ വിഡ്ത്ത് വൈസ് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർജിനൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ മാർജിനിൽ നിന്ന് താഴേക്കായിട്ട് 2-2.5 ഇഞ്ചോ നീളത്തിൽ നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് താഴേക്കാണ് ടോട്ടൽ ലെങ്ത് നോക്കേണ്ടത്. ടോട്ടൽ ലെങ്തിനോടൊപ്പം താഴെ ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടി 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിപ്പ് സൈസ് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ചാണ്. ഇവിടെ എനിക്ക് 12 ഇഞ്ച് വരുന്നു, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെയാണ് ക്രോച്ച് ലെങ്തിന് എടുക്കുന്നത്. അപ്പോൾ ഈ ക്രോച്ച് ലെങ്തിന് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് പുറത്തേക്ക് ഒരു 2 ഇഞ്ച് അഡീഷണൽ പ്ലസ് ഒരു 1/2 ഇഞ്ച് മാർജിനോട് ചേർത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസിനൊക്കെ നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന പോലെ ഒരു ലൈൻ ഇട്ടിട്ട് അതിങ്ങനെ കർവ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്കും ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലിൻ്റെ 2 ലെയർ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കർവ് പോർഷൻസ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു 2 ലെഗും ഡിവൈഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ലെഗ് പോർഷൻസും ജോയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. ലെഗ് പോർഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 ഇഞ്ച് കണക്കാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. വേസ്റ്റിൻ്റെ വണ്ണത്തിന് 3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിനെ ഇങ്ങനെ നടുക്കുന്ന ജോയിൻ്റ് ആക്കി ഒരു റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ അത്രയും ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കാം.